മലയാളത്തിൻ്റെ ആ ഒരു ദിവസം നമ്മൾ കാത്തിരുന്ന മൊമെന്റ്, ആ കാത്തിരുന്ന ട്രോഫി ആര് വാങ്ങിക്കുമെന്ന് 3.5 കോടി ജനങ്ങൾ നോക്കിയിരുന്നാണ് അനുമോൾ ആൻഡ് ദ വിന്നർ ഇവിടെ നമ്മുടെ കൂടെ. എന്താണ് ആ ട്രോഫി? ഓ, സച്ച് എ ബ്യൂട്ടിഫുൾ ട്രോഫി. സോ ലക്കി. ലക്കി എന്നല്ല പറയണ്ട അനുമോൾ, യു ഡിസേർവ് ഇറ്റ്. താങ്ക് യു. യു ഹാവ് പ്ലേഡ് വെൽ. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെയൊന്നും അല്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ എന്തോ ഈ പിള്ളേരെന്തിനും ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ. പക്ഷേ അതൊരു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25 പേരുണ്ടല്ലോ, അവരുടെ ലെക്കാണ് ഇവിടെ വരാൻ പറ്റുന്നതും ഇവിടെ നിൽക്കാൻ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം ജീവിതം എന്താണെന്ന് പഠിക്കും. ശരിക്കും നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ഫാമിലിയുടെ ഒക്കെ അല്ലേ, നമ്മൾ വഴക്കുണ്ടാക്കിയാലും നമുക്ക് ഇറങ്ങി ഓടാനും ആരെങ്കിലും ഒന്ന് വിളിക്കാനും നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമുക്ക് കൂടെ എല്ലാവരും ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് ആരുമില്ല, എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹം നമുക്ക് അതും നമുക്ക് വിശ്വസിക്കാൻ, അതെ, വിശ്വസിക്കാൻ എന്താണ് ഇവരിങ്ങനെ സ്നേഹം എന്നാലും നമ്മൾ വിശ്വസിച്ച് പോകുന്ന നിമിഷങ്ങളുണ്ട്. എന്നാലും എന്താ പറയണ്ടേ, ശരിക്കും എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ജീവിതം ഞാൻ ഒന്നും കൂടെ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താ അതൊരു നഷ്ടമായി പോയി തീർച്ചയായിട്ടും. അതെ, നഷ്ടം, ഭയങ്കര നഷ്ടം. കാരണം എല്ലാവരും വരണം. കാരണം മുമ്പുള്ള സീസണിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പോവാതിരിക്കുന്നത് നല്ലത് ഇവിടെ വരുന്നതിന് മുന്നേ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയും, എന്തിനാ അങ്ങനെ പറയുന്നത്? ജീവിതം ഒന്നുകൂടെ പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് അവർക്ക് പറ്റില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ എനിക്ക് 100 ദിവസം തികയ്ക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എനിക്ക് പൂർത്തിയാക്കുന്നൊരു ജോലി ഇതുണ്ട് എനിക്ക്. അതുപോലെ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ? അതെ അതെ, ഉറപ്പായിട്ടും ഞാൻ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ മുമ്പൊക്കെ നോക്കുമ്പോൾ ആരും എന്റർടൈനർ ആയിട്ട് ആരും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ഷോ ചെയ്ത് അതിലും എന്റർടൈനർ ആയിരുന്നു, അതിലേക്ക് അവാർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ആവും, കാരണം ഒരു സീസണെങ്കിലും അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ്, ചിരിച്ച് തമാശയൊക്കെ ആയിട്ട്. പിന്നെ എവിടെയെങ്കിലും വഴക്ക് നടക്കണേ അവിടെ എന്തെങ്കിലും കോമഡിയൊക്കെ കാണിച്ച്, അപ്പോൾ ഫുള്ള് ഒരു ഫാമിലി സെറ്റപ്പിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ച് വന്നതാണ്. എന്നിട്ട് എന്തായിരുന്നു, അയ്യോ എനിക്ക് അത് ഫാമിലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ആരായിരിക്കും? അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, ഫ്രണ്ട്സ്? അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ആരെയും കാണാൻ പറ്റില്ല. എൻ്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം എല്ലാവരും ജയിക്കണം നിൽക്കണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ശരിക്കും വന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്കിപ്പോൾ പുറം ലോകമായിട്ട് ഒരു പരിചയമില്ല, ഫോണില്ല, വാച്ചില്ല. നമുക്ക് ആരെങ്കിലും വഴക്കുണ്ടാക്കിയാലോ പിണങ്ങിയാലോ വിഷമം വന്നാലും ഇറങ്ങി ഓടാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് വിഷമം പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മൂല പോയിരുന്ന് കരയാനേ പറ്റുള്ളൂ. കരഞ്ഞാൽ എന്ത് ചെയ്യും, ക്യാമറ ഇങ്ങനെ വരും, അങ്ങനെയാണ്. അപ്പം നമുക്ക് ഒരു പ്രൈവസി ഇല്ല ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഈ പ്രഷർ കുക്കറിലിട്ട് ഇരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം നിറഞ്ഞൊരു വീടാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിത് വാങ്ങിച്ച് കുറച്ചു നേരം താഴെ വെക്കട്ടെ? കുഴപ്പമില്ല, ഇതൊരു അച്ചീവ്മെന്റ് ആണ്. എത്ര നേരം കയ്യിൽ വെച്ചാലും മതിയാവില്ല. കുറച്ചു നേരം താഴെ. ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള സീസണിൽ ദ ബെസ്റ്റ്, കാരണം ഓരോ സീസൺ വരുമ്പോഴും നമ്മൾ ഒന്നും കൂടെ നന്നാക്കുമല്ലോ. ഇതുവരെ ദ ബെസ്റ്റ് ട്രോഫി ഇതാണ്. ബ്യൂട്ടിഫുൾ. നമ്മുടെ സെക്കൻഡ് ലേഡി വിന്നറാണ് അനുമോൾ. ആൻഡ് ഒരുപാട് അനുമോൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാ പോയതെന്ന് പറഞ്ഞല്ലോ. ഈ പ്ലാൻ ചെയ്ത ഒട്ടുമിക്ക കാര്യങ്ങളും നടന്നിട്ടും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകണമെന്നാണ് ആഗ്രഹം. പക്ഷെ വന്ന് കയറിയപ്പോൾ നമുക്ക് ആരെ അറിയില്ലല്ലോ. ആകെ കൂടെ അറിയുള്ളത് മുൻഷി ചേട്ടനും ഷാനവാസിക്കയും ജിഷൻ ചേട്ടനും മാത്രമേ എനിക്ക് പേഴ്സണലി അറിയാവൂ. കുറച്ചും കൂടെ കൂടുതൽ അറിയുന്നത് ജിഷൻ ചേട്ടനായിരുന്നു. അത് വയൽക്കാട്ടിൽ വന്നതാണ്. അവിടെ വന്നപ്പോൾ ഷാനവാസിക്കാണെങ്കിലും മുൻഷിച്ചേട്ടൻ എല്ലാവരും ക്യാരക്ടർ മാറി. അപ്പോൾ മനസ്സിലായത് എന്താ ഇങ്ങനെ എന്നാണ് ഞാൻ അപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാ. അപ്പം എല്ലാവരും പുറമെ നിന്ന് ചിരിക്കുന്നുണ്ട്, പക്ഷെ ഗെയിം കളിക്കാമെന്ന് മനസ്സിലായി. ഞാനൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഓഡിഷന് വിളിച്ചപ്പോൾ തൊട്ട് അവസാനം ഇവിടുന്ന് നമ്മൾ ബ്രീഫ് ചെയ്ത് കയറ്റുമ്പോൾ വരെ അനുമോള് പറഞ്ഞത്, ചേച്ചി ഞാൻ കരയില്ല ചേച്ചി, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കും, ഞാൻ കരയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചെന്ന് രണ്ടാമത്തെ ദിവസം തുടങ്ങി സ്റ്റേജിൽ ട്രോഫി കിട്ടിയപ്പോ വരെ കരഞ്ഞു. ഇല്ല, ഇന്നത്തെ ദിവസമേ ഞാൻ കരയണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ കരഞ്ഞു പോയി. അത് ഇനിയിപ്പോ ആ സ്വഭാവം മാറും തോന്നുന്നില്ല. അതെ, എനിക്ക് കരച്ചിൽ, എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കരയുന്ന ഒരാളാണ്. അനുമോളെ അങ്ങനെയുള്ള അനുമോളെ ആണല്ലോ ഇപ്പൊ ഈ 3.5 കോടി. പക്ഷെ കരയുന്നത് ആർക്കും ഇഷ്ടമില്ല എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. അല്ല, അവിടെ ഉള്ളവർ പറയുന്നത് അനുമോളുടെ അടുത്താണ് ട്രോഫി ഇരിക്കുന്നത്. അതെ അതെ അതെ. അല്ല, കരയുന്നത് പോലും കരച്ചിൽ കാർഡാണ്, പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്, ഗെയിം കളിക്കുന്നതിൽ ഭാഗമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്. കളിക്കാൻ പോയത് ഗെയിം ആണല്ലോ.
ആണല്ലോ. അതെ അതെ നമ്മൾ പിന്നെ അത് കരച്ചിൽ കാർഡ് ആണെങ്കിൽ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ കിട്ടിയവരുടെ യോഗം അത്രേ പറയാനുള്ളൂ. ഇപ്പൊ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഇപ്പം കുറ്റപ്പെടുത്തിയതിന് ഇപ്പം കരച്ചിൽ കാർഡ് എന്ന് പറയുന്നുണ്ട്, പിന്നെ കുലസ്ത്രീ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഓരോ പേരുകളാണ് അവിടെ ഇടുന്നത്. അമ്മ, അമ്മാമ്മ, അമ്മച്ചി, അങ്ങനെയൊക്കെ. അതെ, സ്ത്രീക്ക് എന്താ പ്രശ്നം? അതെ തന്നെ. അപ്പം എല്ലാം ഞാനാണ്. അതെ അതെ. ഇപ്പൊ എനിക്കിത് എന്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോ എല്ലാവരും പറഞ്ഞതൊക്കെ ഞാൻ അങ്ങ് മറന്നു കളഞ്ഞു. കാരണം അഭിമാനം തോന്നുന്നു ഇപ്പൊ നിമിഷത്തിൽ. ഹൗസിനകത്ത് കയറി എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഒരുമാതിരി എല്ലാവരും അനുമോൾക്ക് എഗൻസ്റ്റ് ആയില്ല. അതെന്താന്ന് പറഞ്ഞാല് ഞാൻ എന്റെ കണ്ണിൽ നോക്കുമ്പോ കുറച്ചെങ്കിലും, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് അവിടെ അങ്ങനെ ആരും അറിയില്ല, ആകെ കൂടെ ഇവരൊക്കെ അറിയാം. ബാക്കിയുള്ളവരെ ഞാൻ ഇൻസ്റ്റയിലും റീൽസിലൊക്കെ കണ്ടിട്ടുള്ളവരാ. അപ്പൊ അവർ നോക്കുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടുതലാണ്, പിന്നെ കുറച്ച് ഫാൻസ് ഉണ്ട്. തെറ്റാണോ? ഇല്ല ഇല്ല, അതൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തതാണ് ഈ ഒരു പേരും പെരുമയും എല്ലാം. അപ്പം അവർ നോക്കുമ്പോൾ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ്, പിന്നെ എനിക്ക് കുറെ ഡ്രസ്സും കിട്ടിയപ്പോൾ ആ ടൈമിൽ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്കും കുറെ ഉദ്ഘാടന റാണിന്ന് കളിയാക്കിയിട്ട്. അപ്പൊ അതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഇതൊക്കെ നേടിയത് തന്നെയല്ല. എന്തോ അതറിയത്തില്ല. ഗെയിമിന്റെ ഭാഗമായിട്ട് കാര്യം ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ കുറ്റം പറയുന്നത്. പിന്നെ എനിക്ക് എനിക്ക് തോന്നി എന്നെ ഈ കൂട്ടത്തിൽ വിളിക്കണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. എല്ലാരും ഇങ്ങനെ കളിയാക്കുമ്പോ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട, ഇവർക്ക് ആർക്കും എന്ന് പറഞ്ഞാൽ 25 പേരിൽ 24 പേർക്കും എന്നെ ഇഷ്ടമല്ലാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. സഹിച്ചും ക്ഷമിച്ചും ആ ഒരു പെർസിസ്റ്റൻസും ഉള്ള ഒരാൾക്ക് വെച്ചിട്ടുള്ളതാണ് ഈ കപ്പ്. അതെ, ഇനി ആരെന്ത് ചോദിച്ചാലും പറഞ്ഞാലും ഈ ഒരു എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ എന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. റീ എൻട്രി ഉണ്ടായില്ലേ? റീ എൻട്രി എല്ലാവരും അതും ഒരു 7ന്റെ പണിയായിരുന്നല്ലേ? അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനൊരു. എനിക്കത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അത് നമ്മളൊക്കെ മനുഷ്യരല്ലേ, പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല. പുറമെ ഇതൊക്കെ ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരാളെ നമ്മൾ ഇപ്പം ഞാനാണ് ഔട്ടായെന്ന് വിചാരിച്ചോളൂ, എനിക്ക് കിട്ടാത്തത് ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവർ എന്തിൻ്റെ പുറത്താണെന്ന് എനിക്കറിയില്ല. വന്നപ്പോൾ തന്നെ ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അവരൊരു ടൈം നോക്കിയിരിക്കുകയായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തിനാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇതൊക്കെ സാധാരണ നമ്മുടെ മനുഷ്യരാണ്, എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പോലും. ചിലപ്പം ഇവർ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ വിചാരിക്കുന്നില്ല, പുറത്ത് ഇവർ സംസാരിക്കുന്നതും ഇവർ റിയാക്ട് ചെയ്യുന്നത് ഇവർ കാണിക്കുന്നതൊക്കെ പുറത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ നെഗ് വരുമെന്നൊന്നും ഇവർ മനസ്സിലാക്കുന്നത്. പുറത്തിറങ്ങി ആദ്യം ഔട്ടായവരൊക്കെ പുറത്തിറങ്ങി റിയാക്ഷനിലൂടെയാണ് അവർ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. ഞാൻ കാരണം, ഇവർ കാരണം, ഫുള്ള് ഞാൻ കാരണം എന്നുള്ള രീതിയിലാണ്. അപ്പം അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടാത്തത് അവർക്കും അവർക്ക് കിട്ടാത്തത് എനിക്കും കിട്ടില്ലെന്ന് ഉള്ളൊരു ആഗ്രഹം അങ്ങനെയാണെന്ന് തോന്നുന്നു എന്നെ റിയാക്ട് ചെയ്യാൻ കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒരിടയ്ക്ക് പട്ടാ ഗേൾസ് ഭയങ്കര എന്താ പറയാ ഹിറ്റായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ 3 പേരായപ്പോഴത്തേക്കും, ആദില, നൂറ, അനുമോൾ ആയപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയാ, അതൊരു പട്ടാ ഗേൾസിൽ ശൈത്യ ഉണ്ടായിരുന്നു ആദ്യം. അല്ല, പിന്നെ നിങ്ങൾ 3 പേരായല്ലോ, കുറേ നാള് നിങ്ങൾ. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അതും ബ്രേക്ക് ആയി പോയി അല്ലേ? അതും ബ്രേക്ക് ഞാൻ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പോഴും ഒരു ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് എല്ലാവരും ആ ഒരു സെൻസ്. ഏതൊരു പോയിന്റിൽ അനുമോളുടെ കുറച്ച് ഇത് അവർക്കൊന്ന് ഹേർട്ടായി, എന്തോ കിട്ടാൻ വേണ്ടി നിൽക്കുക. അത് അതെ അതെ, ഞാൻ പറഞ്ഞു. നമ്മുടെ ആദില എടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്കറിയാം, ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുട്ടിയാണ് ആദില. നൂറെ പോലെ അല്ല, പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യത്തിന് പുറത്ത് വരുന്നു വിളിച്ചു. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ എന്നോട് ഒരാൾ പറയാണ് നീ എന്റെ കൂടെ നിൽക്കുന്ന എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ചെറിയ കിട്ടാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലായി. അപ്പം അത് ഗെയിമിന് വേണ്ടി നമുക്ക് അതിന് വേറെ ഏത് രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. മനുഷ്യർക്ക് ഇപ്പം ഗെയിമിന് വേണ്ടിയിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ ഫെയിം നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രീതിയിൽ. അപ്പോൾ അവർ ചിന്തിച്ചെടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് കുറേ. ഞാൻ ഒരിക്കലും, കാരണം നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ള, നമ്മൾ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ള, ഒരിക്കലും ഞാൻ അവരെ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം അവരും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ളൊരു 2 ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഞാൻ കാണുന്നില്ല. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം ആർക്കാണ് ഫെയിം കൂടുതൽ, ആർക്കാണ് ഫെയിം കുറവെന്നൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ് ആ വീട്ടിനകത്ത്. ഇപ്പം ഡ്രസ്സ് ഇല്ലാത്ത സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ലേ? ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പം ഡ്രസ്സാണെങ്കിലും ഈ പറയുന്ന മേക്കപ്പ്. എന്തായിരുന്നു ജിസേലിന്റെ അടുത്ത് ആ സമയത്ത്? അതെന്താന്ന് പറഞ്ഞാൽ ജിസയിൽ മാത്രം റൂൾസ് തെറ്റിക്കുന്നതായിട്ട് കണ്ടു. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്ത് എപ്പോഴും ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പോലും നമുക്ക് പറ്റത്തില്ല, അറിയാലോ ചേച്ചി? അതെ അതെ, ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഗേൾസിന് പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് മാത്രം എന്താന്നുള്ളൊരു പ്രശ്നം. കാരണം ബിഗ് ബോസ് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒന്നും ഉപയോഗിക്കുക, എല്ലാവർക്കും ഒരുപോലെയാണ് ലിപ്സ്റ്റിക്. അതെ അത് വലിയ പ്രശ്നമായി. അതും ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ പോയതാട്ടോ, അല്ലാതെ മനഃപൂർവ്വം. ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കാണിച്ച് പോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോ ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് ഞാനൊരു
ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പാടില്ല, റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കർശനമായിട്ടൊരു നടപടി എടുക്കണം തന്നെ തീരുമാനിച്ച് ഞാൻ പുള്ളി പിറകെ CID പണി നടക്കി തുടങ്ങി. അടിപൊളി. പക്ഷെ ആക്ച്വലി ഇൻഫാക്ട് അതും കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അതെ അതെ അതെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിങ്ങനെ ഷോയുടെ ബിഗിനിങ് മുതൽ ആലോചിച്ച് വരികയാണ്. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ബിന്നി കൊണ്ടുവന്നൊരു ടോപ്പിക്കാണ്. ബിന്നി അല്ല, ഇൻഫാക്ട് നമ്മുടെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു. പക്ഷെ ബിന്നി പറഞ്ഞ ഒരു സെന്റൻസ് ആണ് കോൺട്രവേഴ്ഷ്യൽ ആയത്. എന്തായിരുന്നു ഒരു PR ടോപ്പിക് വന്നത്? തീർച്ചയായിട്ടും 16 ലക്ഷം. അയ്യോ ഞാൻ പറയാം. ഇതിപ്പം ഞാൻ വന്ന ടൈമിൽ PR എന്നാ കളിയാക്കുന്നുണ്ട്. അപ്പം ഞാനിത് എനിക്കറിയാം, ഞാൻ ആടുത്തും എനിക്ക് PR ഇല്ല എന്ന് ഞാൻ ആരും പറഞ്ഞില്ല. ഞാൻ എല്ലാം ചിരിച്ച് കളയത്തുള്ളൂ. കാരണം ഇവിടെ വരുന്നതിന് മുന്നേ എനിക്കറിയാം എല്ലാവർക്കും PR ഉള്ളതെന്ന്. പക്ഷെ അതെനിക്ക് വേണമെങ്കിൽ വിളിച്ച് പറയാമായിരുന്നു. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഈ PR എടുത്തിട്ടുള്ളവർ തന്നെ എന്നെ കളിയാക്കുന്നുണ്ട് PR എന്ന്. അപ്പം എന്നെ ഈ PR ഇവിടെ വരുന്നതിന് മുന്നേ കുറേ പേര് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന മീഡിയക്കാർ അല്ലെങ്കിൽ എനിക്കറിയാത്ത കുറേ പേരൊക്കെ എന്നെ വിളിച്ചിട്ട് ഒരു 10-25 പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ അറിയില്ല, മനസ്സറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ PR അനു പേയ്മെന്റ് ഒന്നും തരണ്ടാന്ന് പോലും പറഞ്ഞവരുണ്ട്. ഒരു 3-4 പേര് പറഞ്ഞ ഫെയിം മാത്രം മതി, അനുവിനെ ഇവിടം വരെ എത്തിച്ചു, ഇത്ര ദിവസം വരെ നിർത്തി. പക്ഷെ അതിനൊരു ചെറിയ കുഴപ്പം എന്താ അറിയാമല്ലോ, ഞങ്ങൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, നാളെ ഒരു PR-ന്റെ പേരിൽ അനു അറിയപ്പെട്ട അനു ഈ അവിടെ കിടന്ന് കാണിച്ച കഷ്ടവും കാര്യങ്ങളും ഒന്നും ഇല്ലാതാവും. ആ PR ചെയ്ത് അവർ അനുവിനെ വിജയിപ്പിച്ചു എന്ന് പേര്, അനു അതിന്റെ ഉള്ളിൽ 100 ദിവസം കഷ്ടപ്പെട്ടത് എനിക്കറിയാം. ഇപ്പൊ PR ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇപ്പൊ അനു എന്നുള്ളൊരു കുട്ടീൻ്റെ തൊട്ട് വന്നു, ഒരു കണ്ടസ്റ്റന്റ് വന്നെങ്കിൽ അവിടെ വന്ന് ഞാൻ മിണ്ടാതെ വെറുതെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ PR-ന് ഒരിക്കലും എന്താ പറയണ്ടേ ജയിപ്പിച്ചെടുക്കാൻ എത്ര ലക്ഷങ്ങൾ, ഇനി 50 ലക്ഷം കൊടുത്താലും നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ചെയ്യണം നമ്മൾ. അപ്പം എനിക്കിവിടെ പറഞ്ഞതിന് മുന്നേ എനിക്കറിയാം, എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റും. ഇത്രയും പേരെ എല്ലാവരും നോക്കിയിരുന്നു ആരൊക്കെ വരുന്നത്. എനിക്ക് എൻ്റെ കയ്യിലുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം അത് ഫുൾ എന്റർടൈനർ ആയിട്ട് നിൽക്കണമെന്നാണ് ആഗ്രഹമായിരുന്നത്. പക്ഷെ എന്റർടൈൻമെന്റ് ഒക്കെ മാറിയിട്ടാണ്. ആണോ? ശരിക്കും എന്താ പറയുക, ഞാൻ ശരിക്കും ജീവിക്കുകയായിരുന്നു കേട്ടോ വീട്ടില്. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഡാൻസും പാട്ടും മാത്രമല്ല, സിനിമയിൽ എന്തൊക്കെ ഇമോഷൻസ്. അതെ ശരിക്കും ഞാൻ ആ വീട്ടിൽ ഞാൻ അഭിനയിക്കുകയല്ല, ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ ജീവിക്കുകയായിരുന്നു ശരിക്കും. ഞാൻ പറയില്ല, ഇനി എൻ്റെ ലൈഫിൽ എന്തും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഈ ഒരു ഞാനൊരു സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഒരു സംശയം ചോദിക്കട്ടെ. അനുവിന് ഇപ്പൊ കപ്പ് കിട്ടിയില്ലേ, അത് PR മേടിച്ചു തന്നാണോ അതോ കഷ്ടപ്പെട്ടു? ഇല്ല, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അവിടെ. അതിപ്പം പ്രേക്ഷകർ ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ഷോ കാണുന്നത്. ഇപ്പം ബിഗ് ബോസിലൊക്കെ മനസ്സിലാവും അവിടെ ഞാൻ കിടന്ന് അനുഭവിക്കുന്ന എന്തൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നതാണ്. അല്ല, ഞാൻ എപ്പോഴും അതാ പറയുന്നത്, ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയാണ് എല്ലാം. എനിക്ക് PR ടോപ്പിക്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം സങ്കടം വന്നത്. ബിക്കോസ് ഒരാള് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇതായിട്ട് ചെയ്യുമ്പോൾ പുറത്ത് ആൾക്കാർ മുഴുവൻ പറയുന്നത് PR കാരണം മനു ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊരു മോശം. അപ്പം അത് അന്നത്തെ ഒരു ടോപ്പിക്കിൽ, അന്നത്തെ ഒരു സംസാരത്തിൽ വന്നൊരു കാര്യം. പിന്നെ അനുവും പറഞ്ഞു എനിക്ക് PR ഉണ്ട്. അതിനിപ്പോൾ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ 15-16 ലക്ഷങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി. അത്യാവശ്യം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ഫെയിം ഉണ്ട്, അതൊക്കെ ചെയ്ത് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പ്രോഗ്രാമും കാര്യങ്ങളുണ്ട്, ഞാൻ അത് ചെയ്ത് ഓണോ എനിക്ക് ഒരുപാട് പ്രോഗ്രാം വരുന്നുണ്ട്, അടുത്ത സീസൺ നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു, ഒരു മനുഷ്യർക്ക് താല്പര്യമില്ല ഇതിലോട്ട് വരുന്നതൊന്നും. പിന്നെ നിർബന്ധിച്ച് എടുത്ത് സംസാരിച്ച്. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ് പൈസയുടെ കാര്യത്തിൽ. ഞാൻ കളഞ്ഞു കിട്ടുന്ന പൈസ പോലും ഞാൻ എടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടിടും, അത് ഞാൻ വേറെ കാര്യം. പക്ഷെ ഞാൻ അങ്ങനെ പൈസ ഒന്നും കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടും? അനുവിൽ നിന്ന് നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്നതെന്ന് കുറച്ച് പേര് പറഞ്ഞു. അനുവിന് ഓൾറെഡി ഫെയിം ഉള്ളത് കൊണ്ടും അനുവിന് ഈ പറയാൻ അവിടെ വരുന്നതില്ല, ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു, വരുന്നതിൽ അനുവിന് കുറച്ച് ഫെയിം ഉള്ളത് കൊണ്ട് അനുവിന് വലിയ എമൗണ്ടും തരണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ വിളിച്ചവരാരും അനുവിനെ ജയിപ്പിച്ചു തരാം, അനുവിനെ ജയിപ്പിച്ചു തരാമെന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടേത് ഞങ്ങളാണ് ചെയ്തത്. സർപ്രൈസ് ചെയ്ത കാര്യം പുറത്ത് പറയുന്നത് അങ്ങനെയാണ്. അതായത് അനുവിനെ ജയിപ്പിക്കുന്നത് PR ആണ്. അനുവിനെ ജയിപ്പിക്കുന്ന അതായത് അനു പകുതി വഴി എത്തിയപ്പോഴേക്കും അവരങ്ങ് ഡിക്ലെയർ ചെയ്ത് തുടങ്ങി, അനുവിനെ ഞങ്ങൾ ജയിപ്പിച്ചു, അതെ. അപ്പം പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കപ്പ് കിട്ടുമെന്ന്. പക്ഷെ എനിക്കറിയാം ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ, ജെന്യൂനായിട്ട് നിന്നിട്ടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ കഷ്ടപ്പെട്ട്, കാരണം ഞാൻ അത്ര അനുഭവിച്ചിട്ടുണ്ട് അവിടെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ
സ്വന്തം വീടായിട്ടാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. ഓരോ നമുക്കറിയാം അനു ഭയങ്കര അതാ എനിക്ക് അതും ഇവിടെയുള്ള ഈ നമ്മുടെ കൂടെ 100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല, ഞാൻ കിച്ചണിൽ പോലും കയറി ഒരു പഠിച്ചിപ്പാറോ വീട്ടില് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അമ്മയും ചേച്ചിയൊക്കെ ഇല്ലേ? അമ്മയും ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിലും ഞാൻ വന്നിട്ട് ഞാൻ ചെയ്യാൻ എന്തൊക്കെ പറയുമ്പോൾ അവർ ചെയ്യണ്ട നീ ചെയ്ത കൊളാവും എന്നൊക്കെ പറയും. പക്ഷെ എന്നെ കിച്ചണിൽ കേട്ടത്തില്ല, രണ്ടുപേരും എന്നെ കേട്ടത്തില്ല, എന്തെങ്കിലും അരിയാൻ വേണ്ടി മാത്രം തേങ്ങ തിരുമാൻ അങ്ങനെയൊക്കെ കേട്ടത്തുള്ളൂ. പക്ഷെ ഇപ്പൊ അവർക്ക് ഇവിടെ വരുന്നതിന് മുന്നേ എന്നോട് ചേച്ചി പറഞ്ഞറിയോ ചപ്പാത്തി വരത്താനെങ്കിലും പഠിച്ചിട്ട് പോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു തക്കാളി കറി, അതായത് അവിടെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെ പരിപ്പാണ് കിട്ടുന്നത്, മാവ് ആട്ടമാവായിരിക്കും, പിന്നെ ഇങ്ങനെ ചിക്കനും മട്ടനും ഒന്നും കിട്ടില്ല എപ്പോഴും. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ആര്യ ചേച്ചി പറഞ്ഞു ഞാൻ ഒരു കറി പറഞ്ഞ് സവാളയും ഇതൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അവിടെ ആരെങ്കിലും ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം അതൊന്നും അറിയാണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര ധൈര്യത്തോടു കൂടി കിച്ചണിൽ കയറി കിച്ചണിൽ നിൽക്കുന്നുണ്ടല്ലേ ഒരുപാട് പരിചയമുള്ള ഒരാളെ അത് എല്ലാവരും പറയുന്നുണ്ട്. അത് എനിക്കറിയില്ല. ഒന്നത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കുറച്ച് സ്നേഹമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എനിക്കിപ്പം ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ എനിക്ക് കിച്ചണിൽ കയറി. പിന്നെ ഉറപ്പായിട്ട് അമ്മയും ചേച്ചി മാറ്റി നിർത്തിയിട്ട് ഞാനായിരിക്കും അവർക്ക് എല്ലാവർക്കും ആദ്യമായിട്ടാണ് ഇത്രയും പേർക്കൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര ഹൈറ്റ് കുറവായതുകൊണ്ട് അത് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യത്തില്ലേ, ഇതിപ്പോ അതിന്റെ പേരിലും പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ മനസ്സിലായി ഗെയിമിന് ആണോ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ഹൈജീന്റെ പ്രശ്നം കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് 2 തവണ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ പിന്നെ അതൊന്നും വേണ്ടിയില്ല. ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ മൈൻഡ് ചെയ്യാൻ തുടങ്ങിയ അനുല വീട്ടില് ഏതെങ്കിലും, അതായത് ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാവരും ഗെയിമേഴ്സ് ആണ് എങ്ങനെ, പക്ഷെ എന്തെങ്കിലും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ആദ്യം 100 നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും എപ്പോഴും ഒക്കെ. പക്ഷെ കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ 2 കുട്ടികളെ എൻ്റെ അനിയത്തിമാരെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അവിടെ ക്യാരക്ടർ നന്നായിട്ട് മനസ്സിലാക്കി, അവിടെ ആ വീട്ടിലുള്ള ആരെക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ പെട്ടെന്ന് എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള. അത് വിഷമിക്കേണ്ട, ഇനി പുറത്തു ചെന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാവുന്നതേ. അത്രയല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇനി അവരിനി എന്ത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും പോണം ഓണെന്നൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് വിഷമങ്ങളുണ്ട് ഉള്ളിൽ. കാരണം ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ പോലും ഇത്രയും നാളും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇതുവരെ അവരെ ഒന്നും പറഞ്ഞിട്ട് കൂടിയില്ല. അപ്പം സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്കറിയാം അവളുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഒന്നും പറയാത്തത്. ഇപ്പൊ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ മിണ്ടത്ത് കൂടിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു സ്നേഹം അപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും മിണ്ടുന്നത്. ഉള്ളിൽ ആ സ്നേഹം ഉണ്ട്, പോകത്തില്ല. ശൈത്യയുടെ അടുത്ത് എന്ത് പറ്റി? ശൈത്യടുത്തുള്ള പ്രശ്നം അത് ഇതിനേക്കാൾ കുഞ്ഞു പ്രശ്നമാണ് ശൈത്യമായിട്ടുള്ളത്. ശൈത്യക്ക് കട്ടപ്പ എന്നുള്ള പേര് ശരിക്കും പറഞ്ഞ കട്ടപ്പാന്ന് ഞാൻ ഈ വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ വെറുതെ വിളിച്ചതാ. ആ ടൈമിൽ പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അത് ചെറിയൊരു പിണക്ക്, സൗന്ദര്യ പിണക്കായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടൊന്നും മിണ്ടാതുകൊണ്ട് ഞാനും അങ്ങോട്ട് മിണ്ടാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിൽ അവളെ ഞാൻ വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ ഇവളെ കട്ടപ്പാന്ന് വിളിക്കാണ്ട് ഞാൻ ശൈത്യാണ് കട്ടപ്പ ഇങ്ങനെയൊക്കെ എനിക്ക് കാണിച്ചു എന്താണ് കട്ടപ്പാന്ന് രണ്ടുപേരും എനിക്ക് പറഞ്ഞു തന്നു. എന്താ കാര്യം എന്ന് തന്നെ പറയുന്നത്, അത് എനിക്ക് പിന്നെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ശൈത്യം നോക്കിയിട്ട് കട്ടപ്പ എന്ന് വിളിച്ചപ്പോൾ ശൈത്യ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ട്രിഗറായി. അപ്പോൾ പുള്ളിക്കാരി ദേഷ്യമായി. അത് കഴിഞ്ഞ് ഞാൻ 3 തവണ ടോട്ടൽ വിളിച്ചു കട്ടപ്പാന്ന്. അങ്ങനെ ഒന്നും ദേഷ്യം അത് പറഞ്ഞു തീർത്തില്ലായിരുന്നല്ലേ? പറഞ്ഞു തീർക്കാൻ പിന്നെ പുള്ളിക്കാരി പോയി വരണ്ടേ ഫുൾ ടൈം പുള്ളിക്കാരി ആ ഗ്യാങ്ങിലായിപ്പോയി. വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നോക്കുമ്പോഴൊക്കെ ആണല്ലേ? അതെ, ഗ്രൂപ്പ് ഫ്രണ്ട്ഷിപ്പാണ്. ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തൊരു മൊമെന്റ് ഏതാ? ഈ ഒരു ഇറങ്ങി പോവാൻ തോന്നി എന്ന് തോന്നുന്നു. ഒരുപാടുണ്ട്. നെവിൻ കട്ടിൽ വെള്ളം ഒഴിച്ചില്ലേ, അതെനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒഴിക്കുമെന്നുള്ളത്. അപ്പം പെട്ടെന്ന് എൻ്റെ ബെഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ബെഡ് മരവും ഒക്കെ. അപ്പൊ ആ ബെഡിൽ കിടന്ന പല പല കാര്യങ്ങൾ അതെ ഭയങ്കര ക്യാമറയ്ക്ക് പോലും കാണാൻ പറ്റും. അതെ. പിന്നെ അല്ല, ഇപ്പൊ എനിക്ക് അതിനേക്കാൾ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായത് ഇപ്പൊ ഈ ഇടയ്ക്ക് റീ എൻട്രി ഉണ്ടായിരുന്നില്ലേ, ആ ടൈമിൽ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഫോൺ PR-ന്റെ നമ്പർ കൊടുത്തിട്ട് ടിഷ്യൂല് എഴുതി കൊടുത്തു. അത് നമ്മളിപ്പം ടിഷ്യൂ പേപ്പറിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് കാർഡ്സ് വന്ന ടൈമിലാണ് നമ്മളെല്ലാവരും എപ്പോഴും എവിക്ഷനിൽ വരുമല്ലോ. ആ ടൈമിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ അപ്പം നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ആദ്യയുടെ നമ്പർ എനിക്കും തന്നു, എൻ്റെ നമ്പർ ഞാൻ ആദ്യയിലേക്കും കൊടുത്തു ടിഷ്യൂ. അത് ഞാൻ എൻ്റെ ബെഡിൽ ഇരുന്നിട്ടാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഞാൻ എന്തവിടെ കളത്തരം കാണിച്ചിട്ടും ക്യാമറ മോൾ ഇങ്ങനെയൊക്കെ വരുന്നത് അത് എടുത്ത് കാണും. എനിക്ക് എൻ്റെ ഓർമ്മയിൽ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ നമ്പർ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എൻ്റെ നമ്പർ മാത്രമേ കാണാതെ അറിയാം. അത് ഇവർക്കും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എൻ്റെ ഫ്രണ്ട്സിന് പോലും അറിയാവുന്ന കാര്യം. എനിക്ക് 3 നമ്പർ ഉണ്ട് കേട്ടോ, അതിൽ 2 നമ്പർ പോലും എനിക്ക് കാണാതെ അറിയില്ല. എനിക്കറിയില്ല കാണാതെ, എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല. അപ്പം
അവൾ പറയുക ഞാൻ നമ്പർ എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്ന് നമ്മുടെ അക്ബറിനെ ചെന്നിട്ട് കരിവാരി തേക്കണമെന്ന് പറയാൻ പറഞ്ഞു ഇട്ടു എന്ന്. ഞാൻ ഈ ഷോയിൽ വരുന്ന ചേച്ചി ചോദിച്ചില്ലേ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ്, ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടാണ് വന്നത്, ഞാൻ ഈ ഷോയിൽ വന്ന കള്ളം പറയില്ല എന്ന്. വീട്ടിലൊക്കെ കള്ളം പറയും കുഞ്ഞു കുഞ്ഞുങ്ങൾ, അല്ലാത്ത ഇവിടെ വന്ന കള്ളം പറയും കുഞ്ഞു കുഞ്ഞി ഇതെടുത്തില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഞാൻ കള്ളം പറയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ ഈ ഒരു ഷോയിൽ 1072 ക്യാമറ ഉള്ള ഷോയിൽ ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അവിടെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും കള്ളത്തിനും കാണിച്ചാൽ അത് പൊളിക്കാനും, നമ്മൾ എത്ര കള്ളം കാണിച്ചാലും അത് എപ്പോഴും പിടിക്കപ്പെടും എന്ന് എനിക്ക് നന്നായിട്ട് ബോധമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കള്ളം പറയില്ല തീരുമാനിച്ചു വന്നാണ്. അന്നും ഇന്ന് ഈ 100 ദിവസം വരെ ഞാൻ കള്ളം പറയാറ്. അപ്പൊ എന്താ എഴുതി കൊടുത്തത്? എന്റെ നമ്പർ എഴുതി കൊടുത്തത് അനൂന്നും എഴുതി കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാരി അത് ഡ്രസ്സിന്റെ ഉള്ളിൽ പോക്കറ്റ് ഉണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ വെച്ചിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ എല്ലാ എവിക്ഷനും വരുമ്പോൾ നമുക്ക് പേടി, ആരാണ് പോകുന്നത്, ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ നിന്റെ നമ്പർ ഞാൻ വിളിക്കാട്ടോ, ആരാണ് സംസാരിക്കുന്നത്, നിന്റെ നമ്പറാണെങ്കിൽ എൻ്റെ നമ്പറാണെങ്കിൽ എന്നെ വിളിക്കുന്ന എൻ്റെ ചേച്ചിയാണ്, പല്ലിൻ്റെ അലൈനർ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രാർത്ഥിക്കണം, ഓക്കെ ആണെന്ന് പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ഇതെല്ലാം പ്ലാൻ ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ഈ സമയത്ത് ആ പുള്ളിക്കാരി പറയാം, ആതിര പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തത് എൻ്റെ പി ആറിൻ്റെ നമ്പറാണ്, എന്നിട്ട് പറഞ്ഞു എന്ന് അക്ബറിന് ചെന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതായത് പി ആറിൻ്റെ പറഞ്ഞ് അക്ബറിനെ കരിവാരി തേക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്ന്. അങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. 50,000 രൂപ കൊടുത്താൽ വോട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ. ആർക്ക് അതറിയില്ല, എപ്പിസോഡിൽ പോയതാണ്. ഞാൻ പറഞ്ഞു എന്നോ? 50,000 പറഞ്ഞ വോട്ട് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു എന്നോ? അല്ല, പി ആറിൻ്റെ അടുത്ത് 50,000 രൂപ കൊടുത്താൽ അവര് വോട്ട് മേടിച്ചു കൊടുക്കും. അയ്യോ, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല. 50,000 കൊടുത്ത പി ആർ വോട്ട് മേടിച്ചു തരുന്നോ? ഇല്ലില്ല, അങ്ങനെയല്ല. അത് നമ്മൾ അല്ലാണ്ട് സംസാരിക്കുന്നത്. അതായത് ഓരോ പി ആർ പറയത്തില്ലേ, വോട്ടിന്റെ കാര്യമല്ല സപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് അങ്ങനെയൊക്കെ ആക്കിക്കോട്ടെ. ഇപ്പൊ എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് അതൊന്നും പ്രശ്നമില്ല. ആൾക്കാർക്ക് എന്തും പറയാം നിലനിൽപ്പിന് വേണ്ടിയിട്ട്. എന്താണെങ്കിലും വിന്നർ ആവാൻ വേണ്ടി ഒരുപാട് ഡ്രാമ വേണോ? ഡ്രാമ കാണിക്കുമെന്നോ? ഡ്രാമ വേണോന്ന്. വിന്നർ ആവാൻ ഡ്രാമയല്ല വേണ്ടത്, വിന്നർ ആവാൻ ജെന്യൂനായിട്ട് നിന്നാൽ മതി. ജെന്യൂനായിട്ടാണ് നിൽക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഞാനൊരു പ്രോഗ്രാമിനും കൂടെ വന്നതായതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഞാൻ അവിടെ നിന്ന് മാറി ഡ്രാമ കളിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും അതിൽ കുട്ടിയല്ലല്ലോ ഇപ്പം ഇതിൽ വന്നിട്ട് അപ്പോൾ ഇത് അഭിനയിക്കുകയാണല്ലോ വിന്നർ ആവാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ട് അങ്ങനെ എല്ലാവരും വിചാരിക്കുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണോ, അനുമോൾ എന്ന വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തിയാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നതും എപ്പോഴും അങ്ങനെ കണ്ടതും എല്ലാം. വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? അതാണ് വൈൽഡ് കാർഡ്സിന്റെ കൂടെയായി അവരെന്തൊക്കെ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ വൈൽഡ് കാർഡ്സ് ഒന്നുമില്ല, നമ്മളെല്ലാവരും ഒരുപോലെയാണ്. എനിക്കൊന്നും ഞാൻ ഒഴുകി ബാക്കി എല്ലാവരാണ് വൈൽഡ് കാർഡ്സിനെ വേറെ പുറത്തുനിന്ന് വന്ന് എന്തോ അന്യതര ജീവി വന്നതുപോലെയാണ് ഇവരെല്ലാവരും കാണുന്നത്. കാരണം ഇവരെന്തോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നതുപോലെ. പക്ഷെ വന്നവരെല്ലാവരും 5 പേരും വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം അനു ആകെ മാറി. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറി. അങ്ങനെയൊന്നുമില്ല, പുതിയ ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ അവരെ കൂടെ, കാരണം ഞാനായിരുന്നു കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അവരെന്നെ വിചാരിക്കില്ല ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ. കാരണം ആ പണിപ്പുരയിൽ ഇവർക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടൈമിൽ പോലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളും കുറേ അനുഭവിച്ചതാണ് ആ സമയത്ത്. അപ്പം ഇവരനുഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. കാരണം ഇപ്പം വന്നവരല്ലേ, അവർക്കൊന്നും അങ്ങനെ അറിയത്തില്ല, പുതിയ ഗസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ ഇവര് അനുഭവിച്ചതുകൊണ്ട് അവരും അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പൊതുവെ എൻ്റെ ക്യാരക്ടർ എനിക്ക് അവിടെ കാണാം. നന്മവരൻ എന്നുള്ളൊരു പേരും എനിക്കുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട് എനിക്ക്. ഞാൻ എനിക്ക് നന്മവരം കാണിക്കില്ല, ഞാൻ കൂടുതൽ നന്മവരം നന്മവരല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഗെയിമിനാണെങ്കിൽ പോലും മറ്റുള്ളവർ നമ്മൾ അനുഭവിച്ചത് അവരനുഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയുണ്ട്. എന്തായിരുന്നു പ്ലാച്ചി പ്രശ്നം? പ്ലാച്ചി വരുന്നു, പ്ലാച്ചി പ്രശ്നം ഉണ്ടാക്കുന്നു, പ്ലാച്ചിയെ തൂക്കിയിടുന്നു, പ്ലാച്ചിയെ വലിച്ചെറിയുന്നു, വീണ്ടും പ്ലാച്ചി വരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പ്ലാച്ചിനെ കാണാൻ. അതെ അതെ, പ്ലാച്ചി എന്ന് പറയുമ്പോൾ പ്ലാച്ചി പ്ലാച്ചി എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം. ഇപ്പോൾ എനിക്ക് ഈ 2 റിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എവിടെയെങ്കിലും ഊരി വെച്ച് അത് കാണാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വെപ്രാളമാണ്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പ്ലാച്ചി എന്ന് പറയുന്നത്. എനിക്കൊരു പെറ്റൊന്നുമല്ല, പാവയാണ് എൻ്റെ. അപ്പം കുഞ്ഞു കുട്ടികൾക്കാണ് ഈ പാവ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കുഞ്ഞാണ്, ചെറുതാണ്, എല്ലാവരും പെറ്റാണ്. 2ാമത്തെ മോളാണെങ്കിലും എല്ലാവർക്കും എന്നെക്കാളും ഇളയ കുട്ടികളുണ്ടെങ്കിലും ഞാൻ അവർക്ക് ഇവിടെ വാവയുണ്ട് എൻ്റെ വീട്ടിൽ. ആ വാവയാണെങ്കിൽ പോലും എന്നെ പോലെ ആണ്, ആ വാവയെ പോലെയാണ് എല്ലാവരും കാണുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് മെച്ചൂർഡായിട്ടൊക്കെ ഇരിക്കുന്നത്, ഇത്ര സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം പ്ലാച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് അത് പ്ലാച്ചിയെ കാണുമ്പോൾ, പ്ലാച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ പാവയെ കാണുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അവിടെ. അതെനിക്കെന്തോ അതിൽ നിന്നും ഇപ്പോൾ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പ്ലാച്ചി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്ലാച്ചിക്ക് എന്തോ ജീവനുള്ളത് തോന്നും. അതെൻ്റെ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. ചിലപ്പോൾ പുറമേ കാണുന്നവർക്ക് വിചാരിക്കും എനിക്ക് വട്ടാണെന്ന് ചിലപ്പോൾ വിചാരിക്കും.
മനസ്സിലായില്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം അത് പ്ലാച്ചിയെ എനിക്ക് ആരെങ്കിലും എടുക്കുമ്പോൾ എൻ്റെ എനർജി പോകുന്നില്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ ആരെയും തൊടാൻ സമ്മതിക്കാത്തത്. ഇത് ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്ലാച്ചി പിടിക്കാറുണ്ട്. എല്ലാവരും പ്ലാച്ചി എടുത്ത് എറിയുന്നു, പ്ലാച്ചി എടുക്കുന്നു. അതാണ് പറയാൻ വന്നത്. ഷിയാസിക്ക എന്ന് പറയുമ്പോൾ എനിക്ക് 7 വർഷമായിട്ട് അല്ല 6 വർഷമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ല ഇൻഡയറക്ട്ലി തന്നതാണ് ഒരു ക്ലൂ ഒരു ഹിന്റ് തന്നതാണ് പുള്ളിക്കാരൻ. എനിക്കും പറഞ്ഞില്ലേ 6 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്. എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. എന്നെ നന്നായിട്ട് നമ്മളൊരു സിസ്റ്റർ ബ്രദർ ബോണ്ടാണ് കേട്ടോ പുള്ളിക്കാരൻ ഞാൻ. അപ്പം പുള്ളിക്കാരൻ എന്താണ് എന്നെ കാണും. ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പ്രോഗ്രാമിന് ഒരുപാടാണ് പോകുന്നത്, പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കി അറിയാം എന്തോ എനിക്കൊരു പ്രശ്നം, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പുള്ളിക്കാരൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കും. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. പുള്ളിക്കാരൻ വന്ന് പ്ലാച്ചി എവിടെയെന്ന് വെച്ചപ്പോൾ ഞാൻ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വന്ന് ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ പ്ലാച്ചിയെ ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ വന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തു പ്ലാച്ചി എനിക്ക് നെഗ്ഗാണെന്ന്. എന്ന് പറഞ്ഞാൽ പുറത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അതോടുകൂടി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയെടുത്തു പ്ലാച്ചിയെ അധികം ഇങ്ങനെ പാമ്പർ ചെയ്യണ്ട. പക്ഷെ എനിക്ക് തിരിച്ച് ബിഗ് ബോസ് എടുത്ത് വെക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് എന്നെ ഒരുപാട് പേര് എന്നിട്ട് ഷിയാസ്ക പറഞ്ഞു നിനക്കത് കിട്ടും, നീ ഇവിടെ ഇറങ്ങുമ്പോൾ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ ആയി. പിന്നെ ലാലേട്ടൻ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പോൾ എനിക്ക് പാവ തന്നപ്പോൾ ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇനി പാവ എടുത്തിട്ട് കളിക്കണ്ട എന്ന് പറഞ്ഞാൽ എടുത്ത് അവിടെ വെക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. തൂക്കി കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം അവർ റീ എൻട്രിക്ക് വന്നിട്ട് പോകാൻ നേരം എന്റെ പാവയും കൊണ്ട് പോയി. എന്നിട്ട് തിരിച്ചു കിട്ടി. അപ്പൊ എനിക്കറിയാം ഇവിടുന്ന് എന്ത് സാധനം പോയാലും എനിക്കത് തിരിച്ചു കിട്ടുമെന്ന് അറിയാം. ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് പുറത്തുനിന്ന് ഇറങ്ങി ചിലപ്പോൾ കിട്ടത്തില്ല. അതും എന്നെ ഈ പറയുന്ന പോലെ എന്നെ മെന്റലി എന്നെ ടോർച്ചർ ചെയ്തതാണ്. കാരണം അത്രയും സമയത്തേക്കുമ്പം ബിഗ് ബോസ് ഇടയ്ക്ക് പറയുന്നുണ്ട് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നോലെ എനിക്ക് തോന്നുന്നു. അനുമോളാണ് ആ വീട്ടില് ക്യാപ്റ്റൻ ആവാത്ത ഒരാളല്ലേ. ഇപ്പൊ ആലോചിക്കുമ്പോ ക്യാപ്റ്റനും ആവണ്ട, ലാസ്റ്റ് ഞാൻ ബിഗ് ബോസിനെ കുറെ വഴക്ക് പറഞ്ഞു. ലാലേട്ടനോട് ഇങ്ങനെ പറഞ്ഞു എന്നെ എന്താ ക്യാപ്റ്റൻ ആക്കാത്ത, 100 ലാസ്റ്റ് ക്യാപ്റ്റൻ ആക്കി. എനിക്ക് വന്നപ്പോഴേ ഉള്ള ഒരു ആഗ്രഹം എന്താ അറിയോ, ക്യാപ്റ്റൻ ആവണം. കാരണം എനിക്ക് ഒരുപാട് പേര് ചേട്ടനൊക്കെ പറഞ്ഞു എടി നീ അവിടെ ചെന്ന ഉടനെ ക്യാപ്റ്റൻ ആവണം കേട്ടോ, അടിപൊളിയാണ്, എനിക്ക് അവിടെ ഷൈൻ ചെയ്യാം. അപ്പം എനിക്ക് ഷൈൻ ചെയ്യുന്നില്ല, എനിക്ക് ആ വീട് ഇങ്ങനെ ഭരിക്കണം ഒരു ഗൃഹനാഥ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ എനിക്കുള്ള കാര്യം പറയില്ല, എനിക്ക് അവിടെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് ആരും തോന്നിയില്ല. ഞാനായിരുന്നെങ്കിൽ എല്ലാവരും പാഠം പഠിപ്പിച്ചേനെ. ഭയങ്കര പ്രശ്നം ഉണ്ടായേനെ അവിടെ. കാരണം എല്ലാവരും മടിയന്മാരുമാണ് സത്യമായിട്ടും. ഞാൻ ഇപ്പൊ അത് ഇറങ്ങാൻ നേരത്ത് പോലും കഴിച്ച പാത്രം പോലും കഴുകി വെക്കാത്ത കുറച്ച് പേരുണ്ട് അവിടെ. ഈ വീട്ടിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാതെ പോയ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ ചെയ്യാത്ത കാര്യങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന്. ശരിക്കും എങ്ങനെ പെരുമാറണം, എങ്ങനെയൊക്കെയാണ് ഒരു വീട്ടിലാണെങ്കിൽ നമ്മളൊരു ഒരു എന്താ പറയണ്ടേ, വീട്ടിൽ ഇനി എങ്ങനെ ആയിരിക്കണം എന്ന് പോലും, എങ്ങനെ നിൽക്കണം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ. അതെ, ഉറപ്പായിട്ടും. ചെന്ന സമയത്ത് അപ്പാനി നല്ല ഫ്രണ്ട് ആയിരുന്നു. അപ്പാനി ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് നമ്മൾ ഇത്ര ഫ്രണ്ട്സ് ആവുമെന്ന് ആദ്യം വിചാരിച്ചില്ല. പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരൻ എന്താണെന്നറിയില്ല, പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഭയങ്കര വഴക്കൊക്കെ ആയി. പക്ഷെ വഴക്കുണ്ടാക്കിയാൽ അപ്പാനി ശുദ്ധ കേട്ടോ. എന്ന് പറഞ്ഞാൽ പുറമെ ഞാൻ ഭയങ്കര സാധനമാണ്, എന്നെ എല്ലാവരും പേടിക്കണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആൾ ഭയങ്കര പേടിത്തൂറിയാണ്. അതെനിക്ക് പലപ്പോഴും ഇപ്പം കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ആൾക്കെന്ന് പറഞ്ഞാൽ ഒരു പുറത്തൊരു ബാഡ് ഇമേജ് പോവുമോ, ആരെങ്കിലും നെഗ് പറയുമോ, അങ്ങനെയുള്ളൊരു കുറച്ച് പേടിയുണ്ട്. എന്നാലും പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം പെട്ടെന്ന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ സോറി ഇങ്ങനെ അക്ബറിൻ്റെ ഗ്യാങ് ആയിരുന്നു. അപ്പോൾ സോറി കേട്ടോ ഇങ്ങനെ. എന്നിട്ട് മിണ്ടാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ. എത്ര വഴക്കുണ്ടാക്കിയാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ അപ്പാനെയാണ് എൻ്റെ അടുത്ത് മിണ്ടാൻ ശ്രമിക്കുന്നത്. ആ വീട്ടിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്തതോ അത് ഗെയിമിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് ആരും പേര് പറയാൻ പറ്റില്ല. അതങ്ങനെയാണെങ്കിൽ എല്ലാവരും പേര് പറയണം. കാരണം ഗെയിമല്ലേ, ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എവിടെയൊക്കെ റിയൽ ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റീ എൻട്രി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് മനസ്സിലായി കാണില്ലേ? ഉറപ്പായിട്ടും. കാരണം അതെന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 25 പേരുണ്ടെങ്കിൽ 25 പേരും പാവങ്ങളാണ് ശരിക്കും. അതെനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഇവരൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇവർക്ക് കുറേ പേർക്ക് എക്സ്പീരിയൻസ് ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നൊരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 10-12 വർഷമായിട്ടുള്ളൂ എങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ
ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഫൈറ്റ് ചെയ്തും വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഞാൻ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ, ഓരോ സിറ്റുവേഷനെ നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ എനിക്ക് ഇവരെന്തിനിങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഇവരെന്തിനിങ്ങനെ കാണിക്കുന്നു, ഇവരെന്തിനായിരിക്കാം ജയിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ എല്ലാം എനിക്ക് മനസ്സിലായി. ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, ഒരു കണ്ടന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ കള്ളം പറഞ്ഞാലും ഇനി ഞാൻ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ പിന്നെ അതങ്ങ് മറന്നു കളയും. എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങൾ കാണിക്കുന്നതെന്ന്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം വിശ്വസിക്കാൻ കൊള്ളൂലാത്തതാണോ അങ്ങനെ പറയാനായിട്ട്? വിശ്വസിക്കാവുന്നവരുണ്ടോ? ഉണ്ട്. വിശ്വസിക്കാവുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രവീണിനെ വിശ്വസിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ലക്ഷ്മിയെ വിശ്വസിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. ലക്ഷ്മി ഞാൻ അത്ര കണക്ഷൻ ഇല്ല, പക്ഷെ എന്നാലും പുള്ളിക്കാരി ജെന്യൂൻ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അനീഷ്, പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അനീഷായിട്ട് ഒരിക്കലും വഴക്കുണ്ടായിട്ടില്ല. അയ്യോ, അനീഷായിട്ടാണ് വഴക്കുണ്ടാക്കിയിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ. പിന്നെ അനീഷായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. ഫ്രണ്ട്ഷിപ്പ് ഒന്നും ലാസ്റ്റ് നിമിഷത്തിലാണ് ഫ്രണ്ട്ഷിപ്പ്. അത് പ്രപ്പോസ് ചെയ്തു. അതെ, ശരിക്കും ഗെയിം ആയിരുന്നു. അയ്യോ, ഗെയിം തമാശ. ഇതിപ്പോ ഞാൻ പുറത്താണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അനുന്റെ ഗെയിം അല്ല, പുള്ളിയുടെയോ? അതെനിക്ക് നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ്. കാരണം ഞാൻ പുള്ളിയെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളി വന്ന പുള്ളിയല്ല ലാസ്റ്റ് വരെ നിന്നത്. പെട്ടെന്ന് ഒരാളടുത്ത് ഇങ്ങനെ ഇഷ്ടാവുക, അതിന് മാത്രം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ തമാശക്ക് കാണിക്കുന്ന കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ആങ്ങൾ പെങ്ങളെന്നൊക്കെ പറയുന്നുകൊണ്ട് അത് സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തതായിരുന്നെങ്കിൽ, സീരിയസ് ആയിട്ടാണെങ്കിലും ഞാൻ നോ പറയുമായിരുന്നു. എനിക്ക് ഞാൻ പുള്ളിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നല്ലൊരാളല്ലേ? നല്ലെന്ന് പറഞ്ഞ് നല്ലൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ? അതൊരു പോയിന്റ്. നല്ല എല്ലാവരും കല്യാണം കഴിക്കാൻ പറ്റൂല. എന്നാലും ഇല്ല ചേച്ചി, അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരിക്കലും. നീ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി നിന്നെ വീട്ടിൽ വന്ന് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല. വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പുള്ളി നല്ല ക്യാരക്ടറാട്ടോ. ക്യാരക്ടർ പക്ഷെ പുള്ളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ മതി. അല്ല, എന്റെ ക്യാരക്ടർ വെച്ച് പുള്ളി നല്ല ക്യാരക്ടർ ആണെങ്കിൽ എന്റെ ക്യാരക്ടർ രണ്ടുപേരും ഒരു വീട്ടിൽ ഇല്ല. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളില്ലേ, അപ്പൊ അത് ഞാൻ വളരെ മനസ്സിലായല്ലോ. പ്ലെയിൻ പേപ്പറിൽ ചോദിക്കട്ടെ. ശരിയാണ്, അനു ഇപ്പം കല്യാണ പ്രായ ഒരു കുട്ടിയാണ്. കല്യാണം കഴിക്കും പെട്ടെന്ന് തന്നെ. അനു എന്നെ നമ്മളോട് കല്യാണം 2 വർഷമൊക്കെ അത്രേ സമയമുള്ളൂ. അനു എന്നെ നമ്മളോട് പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കല്യാണം കഴിക്കും. ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. എനിക്ക് കല്യാണം കഴിക്കില്ല, കല്യാണം കഴിക്കും. അതന്നെ, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കല്യാണം കഴിക്കും. എങ്ങനത്തെ ഒരാളാ വേണ്ടത്? ഇപ്പൊ പറഞ്ഞു എന്റെ മനസ്സിലും കുറച്ച് പ്രതീക്ഷകളില്ലേ, ആ പ്രതീക്ഷ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളായിരിക്കണം, എന്റെ ലൈഫിലും എന്റെ കൂടെ നിൽക്കുന്ന ആളായിരിക്കണം. പിന്നെ നല്ലൊരു മനുഷ്യനായി ഒരു വ്യക്തിയായിരിക്കണം. കാരണം കൂടെ നിന്നിങ്ങനെ എന്താ പറയണ്ടേ, എനിക്കിപ്പോൾ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത്. മുമ്പൊക്കെ എനിക്ക് ആഗ്രഹങ്ങളേ ഉണ്ടായിരുന്നു. കൂടി ഇത്ര വയസ്സായിട്ടുള്ളൂ. മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിന് മുന്നേയൊക്കെ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഇതാണ് അതാണെന്ന്. പക്ഷെ ഇപ്പോൾ നല്ലൊരു വ്യക്തിയായിരിക്കണം, അത്രേ ഉള്ളൂ ഞാൻ നോക്കുന്നുള്ളൂ. നമ്മളെ ഇട്ടിട്ട് പോകാൻ എന്നെ ഇട്ടിട്ട് പോവാ, അതായത് ലൈഫ് ലോങ് കൂടെ ഉണ്ടായിരിക്കണം. ആ ഒരു എന്നെ വിശ്വസിക്കണം, തിരിച്ച് ഞാൻ അങ്ങനെ ആയിരിക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഭംഗിയോ കാശോ പിന്നെ ജിമ്മോ കള്ളറോ ഒന്നുമില്ല. ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഊരാൻ വേണ്ടി ഞാൻ പറയും മാൻലി ലുക്കുള്ള ആളൊക്കെ വേണമെന്നൊക്കെ ഞാൻ വെറുതെ പറയും. അങ്ങനെയൊക്കെ വെറുതെ അത് ഞാൻ ഊരാൻ വേണ്ടി പറയുന്നതാ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് നമുക്ക് വേണ്ടത് നമുക്ക് നല്ലൊരു പാർട്ട്ണർ പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ഞാൻ എന്താ വേണ്ടതെന്ന് അറിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഇവരുടെ 2 ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 35 വർഷമായി. അപ്പം ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പിണക്കങ്ങളുണ്ട്, പക്ഷെ അപ്പം തന്നെ മിണ്ടും. എനിക്ക് അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ എനിക്ക് ജീവിക്കണം, അതാണ് വേണ്ടത്. അനു ഒരു എന്താ പറയാ സോളോ പ്ലെയർ ആയിരുന്നു. അതെ അല്ലേ? അതെ. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ്? ഇല്ല, എല്ലാരും അവിടെ വന്നപ്പോ എന്നെ ആക്കിയതാ എല്ലാരും കൂടെ. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഒന്നും എന്താന്ന് പറഞ്ഞാൽ ഇതെന്താ, ഞാൻ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ട്. എത്ര ചീത്ത പറഞ്ഞാലും ഇനിയിപ്പോ എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നുണ്ട്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിണ്ടാൻ തോന്നുന്നില്ല. എനിക്ക് പുറത്ത് കാണിക്കുന്നില്ല, ഇവിടെ ഒന്ന് കാണിക്കാൻ പറ്റൂ. ഗെയിം അതാ പറഞ്ഞത്, ഞാൻ ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തോ ഗെയിം ആയിട്ടല്ല ഞാൻ കളിച്ചത്. ഞാനായിട്ട് അവിടെ നിന്നതാണ്. എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ ഓരോ സിറ്റുവേഷൻ ഇങ്ങോട്ട് വരുവാണ്, പിന്നെ അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല പക്ഷെ അതാണ് വർക്ക് ആയത്. പിന്നെ പ്രോഗ്രാമും കൂടെ ആയതുകൊണ്ട് എനിക്കറിയാം ഈ പ്രോഗ്രാം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, വെറുതെ ആണെങ്കിൽ എൻ്റെ ഒരു ഫെയിം വെച്ചിട്ട് എനിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നാൽ പോരെ, അത് നടക്കത്തില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, അത് ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന് ചോദിക്കുന്നതാണ്. അനു 2-3 പ്രാവശ്യം അകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ലാലേട്ടനും ചോദിച്ചു കണ്ടന്റ്
അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും അനുവിനോട് പറഞ്ഞു വിട്ടിരുന്നു അനു കൊടുക്കുന്ന കാശിന് കണ്ടിട്ട് തരണം? അതെനിക്ക് അത്ര ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അക്ബർ പറഞ്ഞു, ഞാൻ ഈ ജയിലിൽ എല്ലാവരും ജയിലിൽ ഞാൻ അത് ചിന്തിക്കത്ത് കൂടിയില്ല. ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടുന്ന എന്ത് അവിടെ നടക്കാനാണ്, ഭയങ്കര ചൂടും കൊതുകും ഈച്ചയും കിടക്കുന്ന സ്ഥലമാണ്. അപ്പം ആ ടൈമിൽ ഇപ്പം നല്ലൊരു ആൾ, അതായത് പപ്പാനെയോ വന്നു നമുക്ക് തമാശ എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും മണിക്കൂർ എന്ത് സംസാരിക്കാം, ഒന്നുമില്ല സംസാരിക്കാം, പുറത്തെ കാര്യങ്ങളാണെങ്കിൽ ഒന്നും സംസാരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ അതായത് ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പം എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു, അതെ ജയിലിൽ കണ്ടന്റ് കൊടുക്കാൻ അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളി, എനിക്ക് ഓർമ്മ വരുന്നില്ല, കേട്ടാലും പറയാൻ പറ്റുമോ. അപ്പോൾ പുള്ളി അതെ ഞാൻ ജയിലിലെങ്കിലും പോയി കണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ, കിട്ടുന്ന കാശിനെങ്കിലും നമ്മൾ എന്തെങ്കിലും കാണിക്കേണ്ടതെന്നുള്ള എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ് അത്. എപ്പോഴും പക്ഷേ ആദില നൂറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഹാളിലെ ആ ഇതിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന കാശിന് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ആദില നൂറിൻ്റെ അടുത്തല്ലേ ആരോടോ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്താണെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും എടുത്തും പോയിട്ടില്ല. ഒന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമാണ് പലതും ഞാൻ അങ്ങ് മൈൻഡ് ചെയ്യേണ്ടതില്ല, ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന പ്രശ്നങ്ങളാണ്, അങ്ങോട്ട് പോയിട്ട് എന്താ പ്രശ്നം എന്താന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇതുവരെ പോയിട്ട്, അതിപ്പോഴും ഈ ഇടയ്ക്കൊക്കെയാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് ചോദിക്കുന്നതൊക്കെ ഉള്ളത്. അല്ലാതെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ലൗഡായിട്ട് ഞാൻ സംസാരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ കാണുമ്പോൾ എന്താ തോന്നുക, നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ തോന്നുമല്ലോ നമ്മൾ അനുവിനെ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഇപ്പൊ ആളുകൾക്ക് പലതും നമുക്ക് സംസാരിക്കാം, അറിയില്ല 24 മണിക്കൂറോടെ എന്താ നടക്കുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ ജീവിക്കുകയായിരുന്നു അവിടെ. ഈ ഒരു വിന്നിംഗ് മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ, ശരിക്കും ആ വിന്നിംഗ് മൊമെന്റിൽ ഒന്ന് ബ്ലാങ്ക് ആയിരുന്നു ഫുള്ള്. കാരണം ആരെങ്കിലും മിസ് ചെയ്തിരുന്നോ ആ സമയത്തോ? അമ്മയും അച്ഛനെയും. അയ്യോ ഭയങ്കരമായിട്ട്. അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ. ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയാൽ അയ്യോ അപ്പം എൻ്റെ അച്ഛനമ്മയൊക്കെ ഫ്രണ്ട് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നും. അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാട്ടോ, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ്. കുഴപ്പമില്ല. ഫാമിലി വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ, അതെ അതെ, ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ഞാൻ എന്താ പറയണ്ടേ, എൻ്റെ 2 പ്രാണങ്ങൾ, 2 പേരും എൻ്റെ 2 മക്കളാണ്. അമ്മയാണോ അച്ഛനോ? 2 കണ്ണും എനിക്ക് ഒരുപോലെയാണ്. അതുപോലെ എനിക്ക് 2 പേരും ഇനി അടുത്തൊരു ജന്മത്തും എനിക്ക് അച്ഛനും അമ്മയും ഇതുപോലെ 2 പേരും എനിക്ക് കിട്ടണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ അച്ഛനും അമ്മ, ചേച്ചി, ഹസ്ബൻഡ്, നമ്മൾ ഇത്രയാണ് ഒരു ഫാമിലി. അപ്പോൾ ഇവരില്ലാണ്ട് ഞാനില്ല. വീട് വെക്കണ്ടേ? എനിക്ക് വീട് വെക്കണം. ഞാൻ ആദ്യം പറയാം, ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ 15-16 ലക്ഷം കൊടുത്താണ്. ഞാൻ പറയുമല്ലോ, എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പം ഇല്ലായ്മയിൽ നിന്ന് വന്നൊരാളാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അറിയാത്ത കുറേ ഞാൻ പുറത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു നടന്നിട്ടില്ല ഈ കാര്യങ്ങൾ. എനിക്കുണ്ട്. എല്ലാവരും നോക്കുമ്പോൾ അനുവിന് കുറേ ഇനാഗുറേഷൻ, അനു അത് കാറി വന്നിറങ്ങുന്നു, അത് ചെയ്യുന്നു, ഭയങ്കര റിച്ച്, അങ്ങനെയൊക്കെ ചില ആൾക്കാർ. പർദ്ദയിട്ട് ട്രെയിനിൽ പോകുന്ന അനുവിനെയും നമുക്കറിയാം, അതും അറിയാം. അല്ലാതെ ഞാൻ ലോറിയിൽ കയറിയും പോയിട്ടുണ്ട്, അതും നമുക്കറിയാം. അതാ പറഞ്ഞത്, ഞാൻ നന്നായിട്ട് ജീവിക്കാൻ പഠിച്ചൊരു പെൺകുട്ടിന്ന് ഞാൻ എനിക്ക് അഭിമാനത്തോടുകൂടി ഞാൻ പറയും, അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനു ഒരുപാട് ജീവിക്കാൻ പഠിച്ച, ഒരുപാട് കാര്യങ്ങൾക്ക് പെർസിസ്റ്റൻസ് ഉള്ള അങ്ങനെ ഒരു സർവൈവൽ സ്റ്റോറിയാണ് 100 Days of Bigg Boss. ആൻഡ് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും നാളെ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോളാണ്. അല്ല, ഇങ്ങനെ PR-ന് 15 ലക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും പുള്ളി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, 15 കൊടുത്തു എന്ന്. അപ്പോൾ അങ്ങനെ അല്ലല്ല, ശൈത്യ പറഞ്ഞു എൻ്റെ അടുത്ത്, അങ്ങനെ പുള്ളിക്ക് പിടിച്ച് നിൽക്കാം. ഞാനേ ഈ പുള്ളി മെയിനായിട്ട് എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് പേടുത്ത്, അതായത് സീസണിലുണ്ടായിരുന്ന ഒരുപാട് ചോദിച്ചു, എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് ആരെയും വിശ്വാസമില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുന്ന ഞാനാണ്, എനിക്കൊരു മാനേജർ ഇല്ല, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എല്ലാം ഞാനാണ്. ഞാൻ ഒരു ഡ്രൈവർ പോലും എനിക്കില്ല. ഞാൻ അതുപോലും ഞാൻ പിശു കാണിക്കുന്നതാണ്. പുള്ളിയുടെ നിലനിൽപ്പിന് പറഞ്ഞതായിരിക്കാം, അത് പറയുന്നവർ പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ എൻ്റെ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പം എൻ്റെ കയ്യിൽ അത്രയും കാശ് കൊടുക്കാനില്ല. കിട്ടുന്ന കാശ് ഞാൻ അത് സേവ് ചെയ്ത് വെക്കുക, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് എല്ലാവരും കാര്യം നോക്കണ്ടേ. അപ്പോൾ ആ ടൈമിൽ ഈ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, PR എന്താ? അപ്പോൾ പബ്ലിക് റിലേഷനാണ്, ഇങ്ങനെ വോട്ട് കിട്ടും, വോട്ടിന് വേണ്ടിയിട്ടാണ്, പിന്നെ വീഡിയോ കട്ട് ചെയ്യാനും പിന്നെ പോസ്റ്റ് ഇടാനും. അപ്പോൾ ഞാൻ അതൊക്കെ എൻ്റെ ഫാൻസ് ഉണ്ടല്ലോ. വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വർഷത്തിൽ 25 കോളേജിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്, യൂണിയൻ ഇനാഗുറേഷനൊക്കെ. അപ്പോൾ കോളേജിൽ പിള്ളേർ 10,000-2000 പിള്ളേരൊക്കെ ഉള്ളിടത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് പിള്ളേർ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പോകാത്ത കോളേജില്ല, കൊല്ലം ജില്ലയിൽ ഞാൻ പോകാത്ത കോളേജിലില്ല. അപ്പം എനിക്കത് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറേ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം
എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് കേരളത്തിലുണ്ടെന്ന് അറിയാം, പുറത്തും ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനിത് വിളിച്ച ആൾക്കാരത്തൊക്കെ ഈ ഡയലോഗാണ് ഞാൻ അടിക്കുന്നത്. അപ്പം ഈ ടൈമിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അതുപോലെയല്ല, നിങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ 7 ഒരുപാട് പേർ, അതായത് വരുന്നവർക്ക് എല്ലാവർക്കും PR ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പേടിച്ചു. അപ്പോൾ അതൊക്കെ ഈ വിളിക്കുന്ന കുറേ പേര് വിളിക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് അവരും പറഞ്ഞു, വിളിച്ച എല്ലാവരും പറഞ്ഞു PR ഉണ്ടെന്ന്. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയ കുറച്ച് പേര്, ആ പേര് ഞാൻ പറയില്ല കേട്ടോ, അവരും പറഞ്ഞു PR അവർക്കും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർക്കുണ്ട്, ഈ വിളിച്ചവർക്കൊക്കെ എടുക്കുന്ന നല്ലതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അത് കേൾക്കണമല്ലോ, അവരാണല്ലോ ഇവിടെ 100 ദിവസമൊക്കെ നിന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാൻ പരിചയമുണ്ടോ? അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ പേര് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, വേണ്ട പറയണ്ട. അപ്പോൾ പുള്ളിക്കാരൻ വേറൊരാളുടെ പേര് പറഞ്ഞിരുന്നു, ഇങ്ങനെ പേര് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞു, ഇത് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് ഈ ഒരു എമൗണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം പിന്നെ എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് എന്നല്ല, എന്നോട് ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം രൂപ. അതെനിക്ക് എവിടെയും പ്രൂവ് ചെയ്യാം. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 ഇത് കേൾക്ക് ഫുള്ളായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേട്ടാ പുള്ളി ഒന്നേ എടുക്കുകയുള്ളൂ എല്ലാ പ്രാവശ്യവും, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു സപ്പോർട്ടിന് ഒരു കണ്ടസ്റ്റന്റിനെ മാത്രമേ എടുക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ എന്ന് പറഞ്ഞ ചേട്ടനെ എടുത്തു എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഇങ്ങനെ ഞാനാണ് പുള്ളി അടുത്ത് പോയത് കേട്ടോ, പുള്ളി ഇങ്ങോട്ട് വന്നതല്ല, ഞാനാണ് പുള്ളിയെ ഞാൻ വിളിച്ചപ്പോഴും മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി റെസ്പോൺസ് ചെയ്തില്ല. കാരണം പുള്ളി റെസ്പോണ്ട് ചെയ്യാണ്ട് 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. കാരണം ആരും എനിക്ക് പരിചയമില്ല, എനിക്ക് വിശ്വാസക്കുറവുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഓൾറെഡി ഞാൻ എടുത്തു പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൈവിടരുത്, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ മെസ്സേജൊക്കെ പുള്ളിയുടെ കയ്യിൽ കാണുന്നു, വിളിക്കുക സംസാരിക്കാൻ മെസ്സേജ് അയച്ചു, എന്നെ കൈവിടരുത്, എനിക്ക് ആരുമില്ല, ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഓക്കെ നോക്കാം, ഒന്ന് ടൈം തരാൻ പറഞ്ഞു. അങ്ങനെ 1 ദിവസം വീണ്ടും തന്നു ടൈം. അങ്ങനെ ഇന്ന സമയത്ത് പുള്ളി എമൗണ്ട് 15 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ആ 15 ഉണ്ടെങ്കിൽ എനിക്ക് 30 ലക്ഷം രൂപയുടെ കടത്തിന് ഞാൻ 15 ഞാൻ അടയ്ക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ സോറി അനു, വിട്ടേരാ, സോറി മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചു ശല്യപ്പെടുത്തി. ചേട്ടാ എനിക്ക് വിശ്വസിച്ച് എനിക്ക് ഒരാളെ ഏൽപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇതിപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു, എൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ ഒരു അനുവിന്, ശരിക്കും പറഞ്ഞാൽ അനു എനിക്കറിയില്ലായിരുന്നു, പേഴ്സണലി എനിക്കറിയില്ലായിരുന്നു. ഈ അനു സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ നോക്കട്ടെ എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും മുന്നേ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ അവിടെയുള്ള ആരെ വേണമെങ്കിൽ എടുത്തു, എനിക്കൊരു പ്രശ്നമില്ല, സപ്പോർട്ടായിട്ട് കൂടെ നിന്നാൽ മതിയാണ് പറഞ്ഞത്. അപ്പം ഓക്കെ ശരി അങ്ങനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അത് ഡീൽ ചെയ്തു. 1 ലക്ഷം രൂപ ഡീൽ ചെയ്തത്. അപ്പൊ പക്ഷെ നമ്മൾ പുറത്ത് കേൾക്കുന്നത് എന്താ അറിയോ, 15 ലക്ഷം രൂപ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കൊല്ലം മുഴുവൻ അനു ചെയ്യുന്ന ഇനോഗ്രേഷന്റെ ഭാഗം ഇതുവരെ ഞാൻ പറഞ്ഞു ഇനാഗ്രേഷൻ പോലും ഞാൻ ട്രാവൽ എക്സ്പെൻസ് മേടിച്ചിട്ട് ഞാൻ ട്രെയിനിൽ പോകുന്ന ഒരാളാണ്. അനു ചെയ്യുന്ന ഇനോഗ്രേഷന്റെയും ബാക്കി കാര്യങ്ങളും പറഞ്ഞോട്ടെ. ഇനിയിപ്പോ ഞാൻ ഇവിടെ 50 ദിവസം നിന്നാൽ 25 ദിവസം നിന്നാൽ എനിക്ക് ഇനാഗ്രേഷൻ ചിലപ്പോൾ കിട്ടും. അല്ല ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞത് നമ്മൾ കേട്ടത് അനു 10-16 ലക്ഷം രൂപ ഞാൻ പറഞ്ഞു എന്നോ ഞാൻ പറയട്ടെ, നമ്മൾ കേൾക്കുന്നത് അനു പറയാൻ നമ്മളവിടെ അനു സംസാരിച്ചിട്ടുണ്ട്. അനു 10-16 ലക്ഷം രൂപ കൊടുത്തു. അനുവിന് ഇനി കിട്ടാൻ പോകുന്ന എല്ലാ ഇനോഗ്രേഷന്റെ ഒരു പെർസെന്റേജ് PR-നാണ്. അവരാണ് ഇനി അനുവിന്റെ ഒരു കൊല്ലം കാര്യങ്ങളൊക്കെ നോക്കുക. അല്ല ഇപ്പൊ അനു പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. കുറച്ചു മുമ്പ് അനു പറഞ്ഞല്ലോ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി 11-12 വർഷം ഞാൻ ആരെയും സമ്മതിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ഇനാഗ്രേഷൻ പിടിച്ചു തരുന്ന ആൾക്കാർക്ക് ഞാനൊരു എമൗണ്ട് കൊടുക്കും. അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് ഞാൻ കൊടുക്കും. കഷ്ടം തോന്നും, കാരണം അവർക്ക് ഇതാണല്ലോ ഒരു വരുമാനം എന്ന് തോന്നും. അപ്പം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അല്ലാതെ നമ്മൾ മാക്സിമം, കാരണം എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അച്ഛന് ജോലിയില്ല, അമ്മയ്ക്ക് ജോലിയില്ല. ഇത്രയും അധികം അനുവിന്റെ പോസ്റ്റുകളും കാര്യങ്ങളും കാണുമ്പോൾ ഈ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന സാധനം ആരും വിശ്വസിക്കില്ല. അപ്പോൾ എനിക്ക് അത്രത്തോളം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണണം എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി അവർ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അവർക്ക് അനുവിന് ഒരുപാട് വേണ്ടി ചെയ്തു വരുന്നു. കാരണം ആൾക്കാർക്ക് അനുവിന് ഒരുപാട് അവർക്ക് ചെയ്ത് തരേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അനു പറഞ്ഞ പോലെ ഇത്രയും അധികം കുട്ടികൾ, അനു ഇനാഗ്രേഷൻ ചെയ്ത സ്ഥലങ്ങളിലെ കുട്ടികൾ, അമ്മമാർ, ഒരുപാട് പേർക്ക് അനുവിന് ഇഷ്ടമല്ലേ. അപ്പൊ അവര് ഓർഗാനിക്കലി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PR-ന് അനുവിനെ ചോദിക്കുന്നത് എനിക്കറിയണം, എനിക്ക് കാണണം എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്താണെന്നറിയോ അവസാനം ഉണ്ടാവുന്നത്, നമ്മൾ അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ഓഹോ അപ്പൊ ഇത് അനു ചെയ്യുന്നൊന്നുമല്ല, PR-ന് സപ്പോർട്ട് കൊണ്ടാണ് അനു വിന്നർ ആവുന്നത്. അങ്ങനെ പറയും, ഉറപ്പായിട്ടും പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എനിക്കറിയില്ല പുറത്ത് എത്രത്തോളം എനിക്ക് സപ്പോർട്ട് തരുന്നത്. പക്ഷേ ചേച്ചി നേരത്തെ പറഞ്ഞില്ല, ഇത്രയും രൂപ കൊടുത്താൽ ഇത്ര സപ്പോർട്ട്
സപ്പോർട്ട് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ അത്രയൊരു എമൗണ്ട് കൊടുത്തെങ്കിൽ ചിലപ്പോൾ അത്രയും അവർ പണിയെടുത്തിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഈ കാശ് എന്ന് പറഞ്ഞ സാധനം ഞാൻ അത് എനിക്ക് അറിയാം നന്നായിട്ട്, കാശിന്റെ വില നന്നായിട്ടും മനസ്സിലാക്കി. ഞാൻ അനാവശ്യമായിട്ട് ചിലവാക്കത്തില്ല, ഒരു കാശ് ഞാൻ ആർക്കും അങ്ങനെ കൊടുക്കില്ല. കാരണം സഹായം ചോദിച്ചെന്ന് പറഞ്ഞവർക്ക് ഞാൻ കൊടുക്കാറില്ല. അല്ലാതെ ആകെ 1 ലക്ഷം രൂപയുടെ ഒരു ചെറിയ സപ്പോർട്ടേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ അനുവിന് ശരിക്കും കിട്ടിയ. അല്ലെങ്കിൽ ആ പുള്ളി കാണിച്ച് എന്നെ ജയിപ്പിക്കുന്ന ആത്മാർത്ഥ കൊണ്ട് ചെയ്താൽ ഒരുപാട് ജനങ്ങൾ എനിക്ക് അറിയാത്തവരും കൂടി ആളായതുകൊണ്ട് എനിക്കറിയില്ല. അനുവിനെ ഒരുപാട് ജനങ്ങൾ സ്നേഹിച്ചു തന്ന വോട്ടാണ് അതല്ലേ, അല്ലാതെ അനുവിന്റെ മാത്രം കഴിവ് 100 ദിവസം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, അതായത് ഇപ്പം എനിക്ക് കുറെ വീഡിയോ കട്ട് ചെയ്യുന്ന വേറെ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ, ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും, അതായത് ഞങ്ങൾ വരുന്നതിന് മുന്നേ പോലും ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടാൽ പോലും ആ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് പാട്ട് മാറ്റിയും അല്ലാണ്ട് അതൊക്കെ ചേർത്തും ഇപ്പോഴും തരുന്നുണ്ട് കുറേ കുട്ടികൾ. എന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല, നേഴ്സ്, കുറേ നേഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട് എനിക്ക് പരിചയമുള്ള, അവരൊക്കെ ഇപ്പോഴും എന്നെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഇനിയിപ്പോ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇനിയിപ്പോ PR-ന്റെ സപ്പോർട്ട് കൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എനിക്ക് സന്തോഷം മാത്രം. പിന്നെ എല്ലായിടത്തും മറുപടി പറയാൻ എനിക്ക് സമയമില്ല. അപ്പൊ എന്തായാലും അനു നേരത്തെ പറഞ്ഞ പോലെ അനു എന്തൊക്കെ പ്ലാൻ ചെയ്ത് വന്നോ അതൊന്നും നടന്നില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, എന്റർടൈൻമെന്റ് നല്ലോണം എന്റർടൈൻഡ് ആയിരുന്നു. ആൾക്കാർക്കൊക്കെ അനുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അനു ചെയ്ത കണ്ടന്റുകളും അനു ചെയ്ത കുട്ടി കാര്യങ്ങളും, അനുവിന്റെ കരച്ചിലാവട്ടെ, പരിഭവമാവട്ടെ, സന്തോഷമാവട്ടെ, ഇതെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ 100ാം ദിവസം ഒരു വിന്നറിനെ ഡിക്ലെയർ ചെയ്തപ്പോഴത്തേക്കും അത് അനുവിന് തന്നെ കിട്ടിയത്. അപ്പം കപ്പ് ലാലേട്ടൻ തന്നു. നമ്മുടെ അടുത്ത് ഈ ലൈൻ കട്ടിന്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞു പ്രൈസ് ഉണ്ട്. ഇതൊരു ഫോട്ടോ ആണ്. ഇത് കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റും. അനുവിന് ഗസ് ചെയ്യാൻ പറ്റും ഇത് എന്തായിരിക്കും? എന്റെ ഫോട്ടോ ആയിരിക്കും, ലാലേട്ടന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും. എനിക്ക് ദിസ് ഈസ് വൈ യു ആർ ദ വിന്നർ. ഒറ്റ ആള് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തില്ല. യു ആർ ദ ഓൺലി പേഴ്സൺ. അയ്യോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ആണോ? അപ്പൊ പിന്നെ ഇത് ഒരുപാട് എനിക്ക് ഞാൻ സത്യം പറഞ്ഞിട്ടില്ല, പറഞ്ഞ പുള്ളിക്ക് അത് ഇതാവുന്ന. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്. ഞാൻ വീട്ടിൽ അമ്പലങ്ങളിൽ പോകും എപ്പോഴും. എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസം. ദൈവം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് ദൈവം കുറച്ചാണെങ്കിൽ എനിക്ക് തന്നിട്ടുണ്ട്. ഇതുവരെ എന്നെ വിഷമിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റേറ്റ് അവാർഡ് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്ക് കൊണ്ട് തന്നു. എനിക്ക് അതെ എനിക്കിതിപ്പോ ഓസ്കാർ കിട്ടിയത് പോലെയാണ് എനിക്ക് ഈ പറയുന്ന ഈ ഒരു ആക്ച്വലി അനുവിന് നമുക്ക് തരാൻ പറ്റുന്ന ഇത് എന്റെ വലിയൊരു എന്താ പറയണ്ടേ, എനിക്കിതൊരിക്കലും മറക്കാൻ പറ്റില്ല. വലിയൊരു ഗിഫ്റ്റ് അല്ലേ ഇത്. അയ്യോ, ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ചെറുതിലെ ഞാൻ ഒരേപോലത്തെ കോൺട്രാസ്റ്റ് ഡ്രസ്സും സ്റ്റേജും ഇത്രയും ബ്യൂട്ടിഫുൾ ഫോട്ടോ. ഞാൻ വിഷമിച്ചിട്ട് പോയിട്ടുണ്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട്. ഞാൻ ഫോണും കൊണ്ട് ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ എടുക്കാൻ പറ്റിയില്ല. അപ്പം പുള്ളി അങ്ങ് കയറിപ്പോയി. പക്ഷെ പുള്ളിയുടെ പ്രശ്നമല്ല, കൂടെ വന്നവര്. അതെ, അമ്പലത്തിന്റെ ആ ഒരു ദർശനം കിട്ടുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഫുള്ളും ഭക്തിയാണല്ലോ. അങ്ങനെ പോയപ്പോ എനിക്ക് വിഷമം തോന്നി. അപ്പൊ ഇത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഭയങ്കര എന്താ പറയാ നെക്സ്റ്റ് ഡോർ ഗേൾ ആയിട്ട് ഇവിടെയൊക്കെ നമ്മുടെ ചുറ്റും ഒരുപാട് വേദികളിലും സിനിമകളിലും ടിവിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ. വിചാരിച്ച പോലത്തെ നല്ലൊരു കല്യാണം നടക്കട്ടെ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേച്ചി.